എഡ്യൂവി മലയാളത്തിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എന്തായാലും ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൽ ഒരു 5 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. വൗച്ചിങ് എന്ന് പറയുന്നത്. വൗച്ചിങ് ഈസ് ദ ആക്ട് ഓഫ് ചെക്കിംഗ് ഓർ എക്സാമിൻ ദ എൻട്രീസ് മെയ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് വിത്ത് ദ സപ്പോർട്ടിംഗ് ദ ഡോക്യുമെൻ്ററി എവിഡൻസസ് ഓർ വൗച്ചേഴ്സും. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എൻട്രി ചെയ്തിട്ടുള്ള റെക്കോർഡ്സിനെയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്ററി എവിഡൻസിനെയാണ് നമ്മൾ വൗച്ചർ എന്ന് പറയാം. ഇൻ ദ വേർഡ്സ് ഓഫ് എല്ലാ ഡിക്സി, വൗച്ചിങ് ഈസ് ആൻ ആക്ട് ഓഫ് കമ്പയറിംഗ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് വിത്ത് ദ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ദെയർ ഓഫ്. അതിൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ എന്തൊക്കെയാണ് ഒരു വൗച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ദ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് ഓഫ് വൗച്ചിങ് ഈസ് ടു എൻഷുർ ദാറ്റ് ദ ട്രാൻസാക്ഷൻ ആസ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ആർ അക്സെപ്റ്റബിൾ, ജെനുവിൻ, പ്രോപ്പർലി ഓതറൈസ്ഡ് ആൻഡ് കറക്റ്റ്ലി റെക്കോർഡഡും. അതായത് മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നല്ല ആക്സെപ്റ്റബിളായിട്ടും ജെനുവിനായിട്ടും പ്രോപ്പർലി ഓതറൈസ്ഡായിട്ടും അതായത് കറക്റ്റായിട്ടാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിലും എൻട്രീസും ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് നമുക്ക് വൗച്ചിങ് ഉള്ളത്. ദെൻ അനദർ ഒബ്ജക്റ്റീവ് ഓഫ് വൗച്ചിങ് ഈസ് ടു എൻഷുർ ദാറ്റ് all the entries made in the books are supported by necessary document evidence. അതായത് ഇതൊരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട് കീപ്പ് ചെയ്യും. ടു സീ ദാറ്റ് ഓൾ ദ ട്രാൻസാക്ഷൻസ് കണക്റ്റഡ് വിത്ത് ദ ബിസിനസ് ഹാവ് ബീൻ റെക്കോർഡഡ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്. അതായത് ബിസിനസ്സിനെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ബുക്സ് ഓഫ് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്ത് വെക്കുക. ടു എൻഷുർ ദാറ്റ് നോ ട്രാൻസാക്ഷൻ വിച്ച് ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് ദ ബിസിനസ് ഹാസ് ബീൻ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. അതായത് ബിസിനസ്സിനായിട്ട് കണക്ട് ചെയ്യാത്തുള്ള എന്താ പറയുക ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ കൂടാതെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത് വെക്കും ഈ വൗച്ചർ ഉണ്ടെങ്കിൽ. ദെൻ ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് വല്ല എറേഴ്സ് ഉണ്ടെങ്കിലൊക്കെ ഈ വൗച്ചിങ് കൊണ്ട് നമുക്ക് കണ്ടെത്താൻ സഹായിക്കും. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് വൗച്ചിങ്. The success of an audit largely depends upon the care and attention with which vouching is accomplished. അതായത് ഒരു ഓഡിറ്റിങ്ങിൻ്റെ സക്സസ് എന്ന് പറയുന്നത് നല്ലൊരു വൗച്ചിങ് അക്കംപ്ലിഷ് ചെയ്യുന്നതിലൂടെയാണ്. വൗച്ചിങ് ഈസ് ദ മോസ്റ്റ് പൊട്ടൻറ്റ് ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ആൻ ഓഡിറ്റർ ടു അസർട്ടൈൻ ദ ആക്യുറസി ഓഫ് ദ ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ ആക്യുറസി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓഡിറ്റർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പൊട്ടൻഷ്യൽ ടൂളാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. To see that all the transactions connected with the business have been recorded in the appropriate books of account. ഈ വൗച്ചിങ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ബുക്സ് ഓഫ് അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. To ensure that there are no transactions which are not connected with the business has been recorded in the books of account. അതായത് ബിസിനസ്സുപരമായിട്ട് അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഈ വൗച്ചിങ് ഉണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫോറും എറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സഹായിക്കും. വൗച്ചിങ് എൻഷുവേഴ്സ് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട് ഒരു അരിത്തമെറ്റിക്കൽ ആക്യുറസി എൻഷുർ ചെയ്യാൻ വൗച്ചിങ് സഹായിക്കും. If vouching is done with care and caution, the auditor can smoothly proceed further in his work. വൗച്ചിങ് നമ്മൾ നല്ല കെയറും കോഷനും ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇനി നമുക്ക് വൗച്ചർ എന്താണെന്ന് നോക്കാം. വൗച്ചർ ഈസ് ദ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ രേഖപ്പെടുത്തുന്നതിനുള്ള അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ് വൗച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ് ഓഫ് ആൻ എൻട്രി ഇൻ എ ബുക്സ് ഓഫ് അക്കൗണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ എന്തെങ്കിലും എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വൗച്ചർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഫോളോയിങ് ആർ ദ സം ഓഫ് എക്സാമ്പിൾസ് ഓഫ് വൗച്ചേഴ്സ്. അതായത് എന്തൊക്കെയാണ് വൗച്ചേഴ്സ് നോക്കാം. റെസിപ്റ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം പേയുടെ കയ്യിൽ നമുക്ക് കിട്ടുന്ന റെസിപ്റ്റ്, അതേപോലെ കൗണ്ടർ ഫോയിൽ ഓഫ് എ റെസിപ്റ്റ്, പർച്ചേസ് ഇൻവോയ്സ്, സെയിൽ ഇൻവോയ്സ്, ക്യാഷ് മെമോ, ബാങ്ക് പെയിൻ സ്ലിപ്പ്, ഒരു കോൺട്രാക്റ്റ് ഓർ എഗ്രിമെൻറ്റ്, റെസൊല്യൂഷൻ പാസ്ഡ് ഇൻ ദ മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മിനിറ്റ്സ് ഓഫ് എ മീറ്റിംഗ്, ബോട്ട് നോട്ട്സ്, സോൾഡ് നോട്ട്സ്, ഡെപ്റ്റ് നോട്ട്സ്, ക്രെഡിറ്റ് നോട്ട്, വേജ് ഷീറ്റ്, സാലറി രജിസ്റ്റർ, ഗുഡ്സ് ഇൻവാർഡ് ബുക്ക്, ഗുഡ്സ് ഔട്ട്വാർഡ് ബുക്ക്. ഇതൊക്കെയാണ് വൗച്ചേഴ്സിൽ വരുന്നത്. അതൊക്കെ ഒരു റെസിപ്റ്റാണ്. നമുക്ക് ഏതൊരു കാര്യം റെക്കോർഡ് ചെയ്യുമ്പോഴും അതിന് നമുക്കൊരു ഡോക്യുമെൻ്ററി എവിഡൻസ് തരുന്നതാണ് വൗച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ് ആണ്. പ്രൈമറി വൗച്ചേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ കൊളാട്രൽ ഓർ സെക്കൻഡറി വൗച്ചേഴ്സ് ഉണ്ട്. പ്രൈമറി വൗച്ചർ ഈസ് എ റിട്ടൺ എവിഡൻസ് ഇൻ ഒറിജിനൽ പർച്ചേസ് ഇൻവോയ്സ്, ക്യാഷ് മെമ്മോസ് ഫോർ ഗുഡ്സ് പർച്ചേസ് എക്സെട്ര ആർ എക്സാമ്പിൾസും. അതായത്
ഒരു റിട്ടൺ എവിഡൻ്റാണ്. ഒറിജിനലായിട്ട് നമുക്ക് കിട്ടുന്ന പ്രൈമറി ആയിട്ട് കിട്ടുന്നതാണ് പ്രൈമറി വൗച്ചർ എന്ന് പറയുന്നത്. അതായത് പർച്ചേസ് ഇൻവോയ്സ്, ക്യാഷ് മെമ്മോസ്, ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന വൗച്ചറാണ് പ്രൈമറി വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ കൊലാറ്ററൽ ഓർ സെക്കൻഡറി വൗച്ചേഴ്സ് എന്ന് പറയുന്നത് ഈവൻ എവിഡൻസസ് ഇൻ ഒറിജിനൽ ആർ നോട്ട് അവൈലബിൾ, കോപ്പീസ് ഓഫ് ദ എവിഡൻസസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ സപ്പോർട്ട്. അതായത് നമുക്ക് ഒറിജിനലായിട്ടുള്ള എവിഡൻസ് കിട്ടാതെ വരുമ്പോൾ നമ്മളതിൻ്റെ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ സബ്സിഡിയറി എവിഡൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിന്ന് വൗച്ചിങ് ആണ് നോക്കിയത്. എന്താണ് വൗച്ചിങ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്, വൗച്ചേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ് ആണ് നോക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.